ക്കാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും നല്ലൊരു എന്താ പറയുക, ഒരു സോൾമേറ്റിനെ പോലെയാണ്. അതല്ലെങ്കിൽ വളരെ ഡെപ്തിലുള്ള ഒരു റിലേഷനാണ് നിങ്ങൾ തമ്മിലുള്ളത്. സ്റ്റാർട്ടിങ് മുതലേ തന്നെ ആ ഒരു പേഴ്സണെ നിങ്ങളില്ലാതെ പറ്റില്ല, നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ നല്ല രീതിയിലുള്ള ഒരു ഫീലിങ്സ് ഉണ്ട്, ഡീപ്പ് ഇമോഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം നിങ്ങൾ തമ്മിൽ സംസാരിച്ചില്ലെങ്കിലും കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ആർക്കും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ തകർക്കാനോ യാതൊരുവിധ ടൈപ്പ് ഓഫ് നെഗറ്റീവ്സും ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അത്ര ഡെപ്തിൽ യൂണിവേഴ്സ് തന്നെ ഈ ഒരു റിലേഷനെ കോർത്തിണക്കിക്കൊണ്ട് പോകാൻ വേണ്ടി ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ്. സോ അത്രയ്ക്ക് ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം അട്രാക്റ്റഡ് ആണ്. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങളെന്താണോ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ ആഗ്രഹിക്കുന്നത് ആ തരത്തിലോട്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്കൊരു മാരേജ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, അതുപോലെയും നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളൊരു പാസ്റ്റിലോട്ട് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകും. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മേ ബി റിലേറ്റീവ്സും ഫാമിലീസും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് അഫെയർ ഉണ്ടായിരുന്ന അവരുടെയൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ഇതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ യാതൊരുവിധ ഒബ്സ്റ്റക്കിൾസും ഒന്നും തന്നെയില്ല. നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫൈനൽ ലെവലിലോട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് പോകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യലിയും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയും എല്ലാ കാര്യങ്ങളും നിങ്ങളിലോട്ട് അട്രാക്റ്റ് ചെയ്ത് വരും. നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്രയ്ക്കും യൂണിവേഴ്സിൻ്റെ നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എത്രയും നാളും എങ്ങനെയായിരുന്നു നിങ്ങളുടെ ലൈഫ് ഉണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ചേഞ്ചസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതായത് എല്ലാ തരത്തിലും നിങ്ങളെ ഇപ്പോൾ മണി വൈസ് ആണെങ്കിലും ഫാമിലി വൈസ് ആണെങ്കിലും ഹാപ്പിനെസ്, പിന്നെ നിങ്ങൾക്കൊരു ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പാഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ പോവാനും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ പോകാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരുപാട് സമയങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അത് രണ്ടുപേരും. അപ്പോൾ ആ ഒരു പേഴ്സണും നിങ്ങളും എന്താണ് പറയുക, രണ്ടുപേർക്കും ഒരു ഈക്വൽ എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും അവരുടെ ഇഷ്ടങ്ങളൊക്കെ തേടി പോകുന്നു. അവരുടെ ഇഷ്ടം മേ ബി ഒരു ചെറുപ്പപ്രായത്തിലൊക്കെ നമുക്ക് ഇഷ്ടം ഉള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നടന്നിട്ടുണ്ടല്ല. പക്ഷേ നിങ്ങൾ വലുതായതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അന്വേഷിച്ച് പോയി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ